PSC ബുള്ളറ്റിൻ ചോദ്യങ്ങൾ. നമസ്കാരം, ധനുസ് PSC ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. PSC ബുള്ളറ്റിൻ ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം: ലോകത്തിലെ എണ്ണ വ്യാപാരത്തിൻ്റെ 20-30% കടന്നു പോകുന്ന തന്ത്രപ്രധാനമായ കടലിടുക്ക് ഏതാണ്? ഓപ്ഷൻസ്: മലാക്ക, ഹോർമൂസ്, ബാബ് എൽ മന്ദബ്, ജിബ്രാൾട്ടർ. ആൻസർ: ഹോർമൂസ്. നെക്സ്റ്റ് വൺ: ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? ഒന്നാമത്തെ പ്രസ്താവന: ഇത് പേർഷ്യൻ ഗൾഫിനെയും ഒമാൻ ഗൾഫിനെയും ബന്ധിപ്പിക്കുന്നു. 2, ഇതിൻ്റെ തെക്കൻ തീരം ഒമാൻ്റെ അധീനതയിലുള്ള മുസന്ത ഉപദ്വീപാണ്. ആൻസർ ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം ശരി തന്നെയാണ്. 1ഉം 2ഉം പ്രസ്താവനകൾ ശരിയാണ്. ഓപ്ഷൻ സി ആൻസർ. 1ഉം 2ഉം പ്രസ്താവനകൾ ശരി. ഹോർമൂസ് മേഖലയിലെ സുരക്ഷയ്ക്കായി ഇന്ത്യൻ നാവികസേന ആരംഭിച്ച പദ്ധതി ഏതാണ്? ഹോർമൂസ് മേഖലയിലെ സുരക്ഷയ്ക്കായി ഇന്ത്യൻ നാവികസേന ആരംഭിച്ച പദ്ധതി ഏതാണ്? ഓപ്ഷൻസ്: ഓപ്പറേഷൻ വനില, സങ്കൽപ്പ്, ഗംഗ, റാഹത്ത്. ആൻസർ: ഓപ്പറേഷൻ സങ്കൽപ്പ്. ഓപ്പറേഷൻ സങ്കൽപ്പ്. നെക്സ്റ്റ് വൺ: പാക് കടലെടുക്ക് ആരുടെ പേരിൽ നിന്നാണ് ഉണ്ടായത്? ഓപ്ഷൻസ്: റോബർട്ട് പാക്ക്, ജോൺ പാക്ക്, വില്യം പാക്ക്, ആഡം പാക്ക്. ആൻസർ: റോബർട്ട് പാക്ക്. റോബർട്ട് പാക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ ഡുഗോങ് കടൽ പശു കൺസർവേഷൻ റിസർവ് എവിടെയാണ്? ഡുഗോങ് കൺസർവേഷൻ റിസർവ് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ബി, പാക് കടലിടുക്ക്. പാക് കടലിടുക്ക്. ഡുഗോങ് കൺസർവേഷൻ റിസർവ് എവിടെയാണ്? പാക് കടലിടുക്ക്. നെക്സ്റ്റ് വൺ: രാമസേതു അഥവാ ആഡംസ് ബ്രിഡ്ജ് ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിലാണ്? രാമസേതു അഥവാ ആഡംസ് ബ്രിഡ്ജ് ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിലാണ്? ആൻസർ: ധനുഷ്കോടി, മാന്നാർ ദ്വീപ്. മന്നാർ. ധനുഷ്കോടി, മന്നാർ ദ്വീപ്. ധനുഷ്കോടി, മന്നാർ ദ്വീപ്. ആഡംസ് ബ്രിഡ്ജ്. നെക്സ്റ്റ് വൺ: സുമാത്രയെയും ജാവയെയും ബന്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ വേർതിരിക്കുന്ന കടലിടുക്ക് ഏതാണ്? സുമാത്രയെയും ജാവയെയും വേർതിരിക്കുന്ന കടലിടുക്ക് ഏതാണ്? ആൻസർ: സുന്ദ. സുന്ദ. സുമാത്രയെയും ജാവയെയും വേർതിരിക്കുന്ന കടലിടുക്കാണ് സുന്ദ. നെക്സ്റ്റ് വൺ: ക്രാക്കത്തോവ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്തത് എവിടെയാണ്? ക്രാക്കത്തോവ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്തത് എവിടെയാണ്? ഓപ്ഷൻസ്: ബറിങ്, മെസ്സീന, സുന്ദ, തായ്വാൻ കടലിടുക്കുകൾ. ആൻസർ ഓപ്ഷൻ സി, സുന്ദ കടലിടുക്ക്. സുന്ദ കടലിടുക്ക്. നെക്സ്റ്റ് വൺ: അന്താരാഷ്ട്ര തീയതി രേഖ കടന്നു പോകുന്ന കടലിടുക്ക്. അന്താരാഷ്ട്ര തീയതി രേഖ കടന്നു പോകുന്ന കടലിടുക്ക് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, ബറിങ് കടലിടുക്ക്. ബറിങ് കടലിടുക്ക്. നെക്സ്റ്റ് വൺ: ബറിങ് കടലിടുക്കിലെ ഡയോമീഡ് ദ്വീപുകളെക്കുറിച്ച് ശരിയായ പ്രസ്താവന ഏതാണ്? ബറിങ് കടലിടുക്കിലെ ഡയോമീഡ് ദ്വീപുകളെക്കുറിച്ചുള്ള ശരി പ്രസ്താവന എന്തൊക്കെയാണ്? പ്രസ്താവന 1: ബിഗ് ഡയോമീഡ് റഷ്യയുടെയും ലിറ്റിൽ ഡയോമീഡ് അമേരിക്കയുടെയും ഉടമസ്ഥതയിലാണ്. ഇവ തമ്മിൽ 21 മണിക്കൂർ സമയവ്യത്യാസമുണ്ട്. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം ശരി പ്രസ്താവനയാണ്. ബിഗ് ഡയോമീഡ് റഷ്യയുടെയും ലിറ്റിൽ ഡയോമീഡ് അമേരിക്കയുടെയും ഉടമസ്ഥതയിലാണ്. തമ്മിൽ 21 മണിക്കൂർ സമയവ്യത്യാസം ഉണ്ട്. നെക്സ്റ്റ് വൺ: തായ്വാൻ കടലിടുക്കിൻ്റെ മറ്റൊരു പേര് എന്താണ്? തായ്വാൻ കടലിടുക്കിൻ്റെ മറ്റൊരു പേര് എന്താണ്? ആൻസർ ഫോർമോസ് കടലിടുക്ക്. ഫോർമോസ കടലിടുക്ക്. ഫോർമോസ കടലിടുക്ക്. തായ്വാൻ കടലിടുക്കിൻ്റെ മറ്റൊരു പേരാണ് ഫോർമോസ കടലിടുക്ക്. തായ്വാൻ കടലിടുക്കിലെ മീഡിയൻ ലൈൻ അതിനിടയിലുള്ള അതിര്. തായ്വാൻ കടലിടുക്കിൻ്റെ മീഡിയൻ ലൈൻ ആർക്കിടയിലുള്ള അതിർത്തി ഏതാണ്? അതിർത്തി ഏതാണ്? മീഡിയൻ കടലിടുക്കിൻ്റെ അതിർത്തി ഏതാണ്? ആൻസർ: ചൈന, തായ്വാൻ. ചൈന, തായ്വാൻ.
ഓപ്ഷൻ ബി ചൈന, തായ്വാൻ. നെക്സ്റ്റ് വൺ, മെഡിറ്ററേനിയൻ കടലിൻ്റെ താക്കോൽ എന്നറിയപ്പെടുന്നത് എന്താണ്? മെഡിറ്ററേനിയൻ കടലിൻ്റെ താക്കോൽ എന്നറിയപ്പെടുന്നത് എന്താണ്? ആൻസർ ജിബ്രാൾട്ടർ കടലിടുക്ക്. ജിബ്രാൾട്ടർ കടലിടുക്ക്. ജിബ്രാൾട്ടർ കടലിടുക്ക്. നെക്സ്റ്റ് വൺ, ജിബ്രാൾട്ടർ കടലിടുക്ക് ഏതൊക്കെ ഭൂഖണ്ഡങ്ങളെ വേർതിരിക്കുന്നു? ജിബ്രാൾട്ടർ കടലിടുക്ക് ഏതൊക്കെ ഭൂഖണ്ഡങ്ങളെ വേർതിരിക്കുന്നു? ആൻസർ യൂറോപ്പ്, ആഫ്രിക്ക. യൂറോപ്പ്, ആഫ്രിക്ക. യൂറോപ്പ്, ആഫ്രിക്ക. ജിബ്രാൾട്ടർ കടലിടുക്ക് ഏതൊക്കെ ഭൂഖണ്ഡങ്ങളെ വേർതിരിക്കുന്നു? യൂറോപ്പ്, ആഫ്രിക്ക. നെക്സ്റ്റ് വൺ, ഹെർക്കുലീസ് തൂണുകൾ പില്ലേഴ്സ് ഹെർക്കുലീസ് തൂണുകൾ പില്ലേഴ്സ് ഓഫ് ഹെർക്കുലീസ് എന്ന് പുരാതന കാലത്ത് അറിയപ്പെട്ടിരുന്നത് എന്തിനെയാണ്? ഹെർക്കുലീസ് തൂണുകൾ എന്ന് അറിയപ്പെട്ടിരുന്നത് എന്തിനെയാണ്? ആൻസർ ജിബ്രാൾട്ടർ. ജിബ്രാൾട്ടർ. നെക്സ്റ്റ് വൺ, ജിബ്രാൾട്ടർ കടലിടുക്കിലെ സെറ്റ എന്ന നഗരം ആരുടെ നിയന്ത്രണത്തിലാണ്? ജിബ്രാൾട്ടർ കടലിടുക്കിലെ സെറ്റ എന്ന നഗരം ആരുടെ നിയന്ത്രണത്തിലാണ്? ആൻസർ സ്പെയിൻ. ഈജിയൻ കടലിനെയും മർമര കടലിനെയും ബന്ധിപ്പിക്കുന്ന കടലിടുക്ക്. ഈജിയൻ കടലിനെയും മർമര കടലിനെയും ബന്ധിപ്പിക്കുന്ന കടലിടുക്ക് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ഡാർഡനൽസ്. ഡാർഡനൽസ് എന്ന ഭാഗം. നെക്സ്റ്റ് വൺ, കരിങ്കടലിനെ മർമര കടലുമായി ബന്ധിപ്പിക്കുന്നത് ഏത് കടലിടുക്കാണ്? ആൻസർ ഓപ്ഷൻ എ ബോസ്പറസ്. ബോസ്പോറസ് എന്നായിരിക്കും. നെക്സ്റ്റ് വൺ, ടർക്കിഷ് കടലിടുക്കുകളുടെ നിയന്ത്രണാധികാരം തുർക്കിക്കാണെന്ന് ഉറപ്പാക്കുന്ന ഉടമ്പടി ഏതാണ്? ടർക്കിഷ് കടലിടുക്കുകളുടെ നിയന്ത്രണാധികാരം തുർക്കിക്കാണെന്ന് ഉറപ്പാക്കുന്ന ഉടമ്പടി ഏതാണ്? ആൻസർ മോൺട്രിയക്സ് കൺവെൻഷൻ. മോൺട്രിയക്സ് കൺവെൻഷൻ ചോദിക്കാൻ ചാൻസ് ഉള്ള ഉടമ്പടി. ടർക്കിഷ് കടലിടുക്കുകളുടെ നിയന്ത്രണാധികാരം തുർക്കിക്കാണെന്ന് ഉറപ്പാക്കുന്ന ഉടമ്പടിയാണ് മോൺട്രിയസ് കൺവെൻഷൻ 1936. നെക്സ്റ്റ് ചോദ്യം, ലോകത്തിലെ ഏറ്റവും ഇടുങ്ങിയ അന്താരാഷ്ട്ര കടൽപ്പാത ഏതാണ്? ലോകത്തിലെ ഏറ്റവും ഇടുങ്ങിയ അന്താരാഷ്ട്ര കടൽപ്പാത ഏതാണ്? ആൻസർ ബോസ്പോറസ്. ബോസ്പോറസ്. തെക്കേ അമേരിക്കയെയും അന്റാർട്ടിക്കയെയും വേർതിരിക്കുന്ന ജലാശയം. തെക്കേ അമേരിക്കയും അന്റാർട്ടിക്കയും വേർതിരിക്കുന്ന ജലാശയം ഏതാണ്? ഡ്രേക്ക് പാസേജ്. ഡ്രേക്ക് പാസേജ്. നെക്സ്റ്റ് വൺ, ഡ്രേക്ക് പാസേജ് ആദ്യം കണ്ടെത്തിയത് ആരാണ്? ഡ്രേക്ക് പാസേജ് ആദ്യം കണ്ടെത്തിയത് ആരാണ്? ഫ്രാൻസിസ്കോ ഡി ഹോസസ്. ഫ്രാൻസിസ്കോ ഡി ഹോസസ്. ഇംഗ്ലീഷ് ചാനലിലെ ഏറ്റവും ഇടുങ്ങിയ ഭാഗം ഏതാണ്? ഇംഗ്ലീഷ് ചാനലിലെ ഏറ്റവും ഇടുങ്ങിയ ഭാഗം ഏതാണ്? ആൻസർ ദോവർ കടലിടുക്ക്. ദോവർ കടലിടുക്ക്. നെക്സ്റ്റ് വൺ, ഇംഗ്ലണ്ടിനെയും ഫ്രാൻസിനെയും ബന്ധിപ്പിക്കുന്ന അടിത്തട്ടിലൂടെയുള്ള റെയിൽവേ തുരങ്കം. ഇംഗ്ലണ്ടിനെയും ഫ്രാൻസിനെയും ബന്ധിപ്പിക്കുന്ന അടിത്തട്ടിലൂടെയുള്ള റെയിൽവേ തുരങ്കം ഏതാണ്? ആൻസർ യൂറോ ടണൽ. യൂറോ ടണൽ. നെക്സ്റ്റ് ചോദ്യം, ഇംഗ്ലീഷ് ചാനൽ ആദ്യമായി നീന്തിക്കടന്ന ഇന്ത്യക്കാരൻ. ഇംഗ്ലീഷ് ടണൽ ആദ്യമായി നീന്തിക്കടന്ന ഇന്ത്യക്കാരൻ ആരാണ്? ആൻസർ മിഹിർ സെൻ. മിഹിർ സെൻ. ഇംഗ്ലീഷ് ടണൽ ആദ്യമായി നീന്തിക്കടന്ന ആരാണ്? മിഹിർ സെൻ. ഇംഗ്ലീഷ് ചാനൽ നീന്തിക്കടന്ന ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? ആദ്യ ഇന്ത്യൻ വനിതയുടെ പേരാണ് ആരതി സിൻഹ. ആരതി സിൻഹ നമുക്കറിയില്ല. ആരതി സാഹ. ഇംഗ്ലീഷ് ചാനൽ നീന്തിക്കടന്ന ആദ്യത്തെ ഇന്ത്യൻ വനിത ആരതി സാഹ. നെക്സ്റ്റ് ചോദ്യം, മൊസാംബിക് ചാനൽ വേർതിരിക്കുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? മൊസാംബിക് ചാനൽ വേർതിരിക്കുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ എ മൊസാംബിക്കും മഡഗാസ്കറും. മൊസാംബിക്കും മഡഗാസ്കറും. നെക്സ്റ്റ് വൺ, ജീവിക്കുന്ന ഫോസിൽ എന്നറിയപ്പെടുന്ന കോയലകാന്ത്. സിലോകാന്ത്. കോയലകാന്ത്. സിലോകാന്ത്
മത്സ്യങ്ങൾ എവിടെയാണ് കാണപ്പെടുന്നത്? ജീവിക്കുന്ന ഫോസിൽ എന്നറിയപ്പെടുന്ന സീലാകാന്ത് മത്സ്യങ്ങൾ, കോയലാകാന്ത് എന്ന് മലയാളത്തിൽ എഴുതി, സീലാകാന്ത് മത്സ്യങ്ങൾ എവിടെയാണ് കാണപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ബി, മൊസാംബിക് ചാനൽ. മൊസാംബിക് ചാനൽ, സീലാകാന്ത് മത്സ്യങ്ങൾ മൊസാംബിക് ചാനൽ. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, ഗ്രീൻലാൻഡിനെയും കാനഡയെയും വേർതിരിക്കുന്ന കടലിടുക്ക്. ഗ്രീൻലാൻഡിനെയും കാനഡയെയും വേർതിരിക്കുന്ന കടലിടുക്കാണ് ഡേവിസ് കടലിടുക്ക്. ഡേവിസ് കടലിടുക്ക്. വൺ മോർ ക്വസ്റ്റ്യൻ, ടൈറ്റാനിക് തകരാൻ കാരണമായ ഹിമപാളി ഏത് കടലിടുക്ക് വഴിയാണ് എത്തിയത്? ടൈറ്റാനിക് തകരാൻ കാരണമായ ഹിമപാളി ഏത് കടലിടുക്ക് വഴിയാണ് എത്തിയത്? ആൻസർ ഓപ്ഷൻ ബി, ഡേവിസ് കടലിടുക്ക്. ഡേവിസ് കടലിടുക്ക്. ഡേവിസ് കടലിടുക്ക്. ലാബ്രഡോർ കറന്റ് ഒഴുകുന്നത് ഏത് കടലിടുക്കിലൂടെയാണ്? ലാബ്രഡോർ പ്രവാഹങ്ങൾ പഠിച്ചിട്ടുണ്ട് നമ്മളില്ലേ? ലാബ്രഡോർ പ്രവാഹങ്ങളുണ്ട്. അപ്പോൾ അതിനകത്ത് ലാബ്രഡോർ കറന്റ് ഒഴുകുന്നത്, ആ വെള്ളത്തിൻ്റെ കറന്റ് ഒഴുകുന്നത് ഏത് കടലിടുക്കിലൂടെ ആകുന്നു? ആൻസർ ഡേവിസ് കടലിടുക്ക്. അപ്പോൾ ഡേവിസിന് അത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് ഓർക്കുക. നെക്സ്റ്റ്, മെക്സിക്കോ ഉൾക്കടലിനെയും കരീബിയൻ കടലിനെയും ബന്ധിപ്പിക്കുന്നത് എന്താണ്? ആൻസർ യുക്കാട്ടൻ കടലിടുക്ക്. നെക്സ്റ്റ് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, ഗൾഫ് സ്ട്രീം എന്ന ഉഷ്ണജല പ്രവാഹത്തിൻ്റെ ഉറവിടമായി കണക്കാക്കപ്പെടുന്ന കടലിടുക്ക്. ഗൾഫ് സ്ട്രീം എന്ന ഉഷ്ണജല പ്രവാഹത്തിൻ്റെ ഉറവിടമായി കണക്കാക്കുന്ന കടലിടുക്ക് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, യുക്കാട്ടൻ. യുക്കാട്ടൻ. നെക്സ്റ്റ്, ഇറ്റലിയെയും സിസിലി ദ്വീപിനെയും വേർതിരിക്കുന്നത് ഏത് കടലിടുക്കാണ്? ഇറ്റലിയെയും സിസിലി ദ്വീപിനെയും മെസീന കടലിടുക്ക്. ഗ്രീക്ക് പുരാണങ്ങളിലെ സ്കില്ല, കാരിപ്റ്റിംസ് എന്നീ രാക്ഷസന്മാർ ബന്ധപ്പെട്ട ജലപാത ഏതാണ്? സ്കില്ലയും കാരിബ്ഡീസസ്, സ്കില്ല, കാരിബ്ഡീസ് എന്നീ രാക്ഷസന്മാർ ബന്ധപ്പെട്ട ജലപാത ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, മെസീന കടലിടുക്ക്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു.